അവിടെ നിന്ന് കൊടുത്തു. സ്തോത്രം. ദൈവം കൊടുത്ത ഒരു വാഗ്ദത്തമുണ്ട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ കൈവിടത്തില്ല, പോകുന്നിടത്തൊക്കെയും ഞാൻ നിൻ്റെ കൂടെ പോരാം, ഈ ദേശത്തേക്ക് നിന്നെ ഞാൻ മടക്കി കൊണ്ടുവരും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവം വാക്ക് പറഞ്ഞാൽ വാക്ക് മാറത്തില്ല. സ്തോത്രം. എവിടെയൊക്കെ അടിച്ചു കൊണ്ടുപോകണമെന്ന് അറിയാവോ, ദൈവത്തിനെ അടിച്ച് ശരിയാക്കി കൊണ്ടുപോകും. സ്തോത്രം. ഹല്ലേലൂയ. ലാബാന്റെ അടുക്കൽ കൊണ്ടു ചെന്നു. ലാബാന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ കാരണം ആരാ? സ്തോത്രം. യാക്കോബ. കാരണം എന്താ? യാക്കോബിൻ്റെ കൂടെയുള്ള ദൈവ സാന്നിധ്യം. യാക്കോബിന് ഒരു കാര്യം അവിടെ വെച്ചും അവൻ്റെ സ്തോത്രം മനസാക്ഷിയിൽ അവനറിയാം, എൻ്റെ കൂടെ ദൈവമുള്ളത് കൊണ്ടാണ് ഇതെല്ലാം സാധ്യമാക്കി തരുന്നത്. സ്തോത്രം. എന്നാലും ആ കാലഘട്ടങ്ങൾ 20 വർഷക്കാലം അമ്മായിയപ്പൻ്റെ വീട്ടിലിട്ട് അവനെ പഠിപ്പിച്ചു ദൈവം. 10 പ്രാവശ്യം ലഭിക്കേണ്ട പ്രതിഫലമൊന്നും കിട്ടിയില്ല. സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കി, 20 വർഷക്കാലം ആടിനെ തീറ്റുന്ന ജോലി അത്ര എളുപ്പമുള്ള ജോലിയൊന്നുമല്ല. സ്വന്തം ആടല്ല, അമ്മായിയപ്പൻ്റെ ആടാണെന്ന് വിചാരിച്ചോണം. പക്ഷെ അവിടെ ഇട്ട് പഠിപ്പിച്ചിട്ടാണ് സമയമായപ്പോൾ ദൈവം അവനെ നിന്ന് പുറപ്പെടുവിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. അത് കണ്ടു വളർന്ന ഒരു തലമുറയാണ്. സ്തോത്രം. അടുത്ത 12 ഗോത്രങ്ങൾ. അതിനകത്ത് യോസെഫിനോട് സ്തോത്രം നമുക്കറിയാം. ഹല്ലേലൂയ. യോസെഫാണ് അതിൽ തെളിഞ്ഞു നിന്നത് ആദ്യമേ. പ്രൈസ് ഗോഡ്. ആ യോസെഫ് ഫറവോൻ്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ ഫറവോൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്തോത്രം. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരു മനുഷ്യൻ മിസ്രൈം ദേശത്തൊരിടത്തുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എന്നതാ സ്തോത്രം. കൈമുതലായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെയും പരിഹാസവും ദുഷിയും കഷ്ടവും വേദനയും തകർച്ചയും മാത്രമേ ജീവിതത്തിൽ കൈമുതലായിട്ടുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. യോസെഫിനോട് ചോദിച്ചാൽ യോസെഫ് പറയും, എനിക്ക് ചുറ്റും ഇതെല്ലാമാണെങ്കിലും ഒന്നെനിക്കറിയാം, ഞാൻ അനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്, ഞാൻ അനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. എവിടെ തുടങ്ങിയതാണ് ഈ ദൈവ സാന്നിധ്യം? സഹോദരന്മാർ എൻ്റെ വസ്ത്രം വലിച്ചു കീറി എന്നെ പൊട്ടക്കുഴിയിൽ ഇട്ടപ്പോൾ തൊട്ട് എനിക്ക് മനസ്സിലായി, സ്തോത്രം, ദൈവ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. വെറുതെ അല്ല ദൈവം എന്നെ സ്വപ്നം കാണിച്ചത്. ഒരൊറ്റ സ്വപ്നം മതി കേട്ടോ നിന്റെ അഡ്രസ് മാറാൻ. ഒരൊറ്റ സ്വപ്നം മതി നിന്റെ അഡ്രസ് മാറാൻ. പക്ഷെ അതിനൊരു കാലയളവുണ്ട്. അത് ഫ്രൂട്ട്ഫുൾ ആകാനായി, അത് ഫലപ്രാപ്തിയിൽ എത്താൻ ഒരു കാലയളവ് ദൈവം വെച്ചിട്ടുണ്ട്. അതിനകത്ത് വരുന്ന സകല പരീക്ഷയും നിന്നെ തകർക്കാനല്ല, സകല പരിശോധനയും നിന്നെ തകർക്കാനല്ല, പിന്നെയോ നിന്നെ പണിതെടുത്ത് നീ ചിന്തിക്കുന്നതിൽ അപ്പുറത്തായി, നീ വിചാരിക്കുന്നതിൽ അപ്പുറത്തായി, നിന്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തായി നിന്നെ മാനിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്.